ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ ഈ ചാനലിലെ ചില കണ്ടൻസ് എങ്കിലും ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് അറിയുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു എന്നറിഞ്ഞു. വളരെ സന്തോഷം. കുവൈറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് അല്ലെങ്കിൽ KCCയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്, പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതവർക്ക് ഉപകാരപ്പെടും. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് വിചാരിച്ചാൽ പോലും ചിലർക്കെങ്കിലും പല കാര്യങ്ങളും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് ഈ വീഡിയോയിലും. ഞാൻ മിക്കവാറും ആളുകൾക്ക് പേഴ്സണലി റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പറയാൻ കാര്യങ്ങളായിട്ട്. മെറ്റേണിറ്റി ലീവിന് സാലറി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മെറ്റേണിറ്റി ലീവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 30 ദിവസമാണ്. ഇപ്പോൾ മെറ്റേണിറ്റി ലീവ് എപ്പോൾ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊന്നും അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷേ ആഫ്റ്റർ 1 ഇയർ ആണ് മിക്കവാറും ആളുകൾ പറയുന്നത്. നമുക്ക് ലീവിനുള്ള എലിജിബിലിറ്റി ആ സമയത്താണല്ലോ. അപ്പോൾ മെറ്റേണിറ്റി ലീവ് വിത്ത് സാലറിയാണ് 30 ഡേയ്സ്. നമ്മൾ ആ കൂടെ നമുക്ക് ആനുവൽ ലീവും കൂടി എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് 60 ഡേയ്സ് കിട്ടും. അത്രയേ ഉള്ളൂ. ചില ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചാണ് കേട്ടോ. ഞാൻ എൻ്റെ 3rd ഡെലിവറി കഴിഞ്ഞ് 45 ഡേയ്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത ആളാണ്. ചില ആളുകളാകട്ടെ 30 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്ത് വിതിൻ 1 വീക്ക് കഴിയുമ്പോൾ അവരുടെ ആനുവൽ ലീവ് എടുത്ത് ചിലപ്പോൾ നാട്ടിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഇതുപോലെ ആനുവൽ ലീവും കൂടെ ചേർത്ത് അവർക്ക് 60 ഡേയ്സ് കിട്ടും. എന്തായാലും മെറ്റേണിറ്റി ലീവിന് നമുക്ക് സാലറി ഉണ്ട്. പിന്നെ ഒരു സ്റ്റാഫ് ഇവിടുന്ന് റെസിഗ്നേഷൻ കഴിഞ്ഞ് പോയി വീണ്ടും റീജോയിൻ ചെയ്തു. അപ്പോൾ ഹയറും ലോവറും ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്തത് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം, ഹയറും ലോവറും ഇനി വീണ്ടും ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അതെല്ലാം ഇവിടെ വന്നതിന് ശേഷം നമ്മളുടെ വിസ ട്രാൻസ്ഫർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. അങ്ങനെ ഒരു റീജോയിൻ ചെയ്യുന്ന സ്റ്റാഫിന് ഹയറും ലോവറും ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല എന്നാണ് എൻ്റെ ഒരു ഇൻഫർമേഷൻ. പിന്നെ യൂണിഫോമിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, ഏത് മെറ്റീരിയലാണെന്നുള്ളത്. യൂണിഫോമിൻ്റെ മെറ്റീരിയൽ പ്യുവർ കോട്ടൺ അല്ല. ഇവിടുത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ജപ്പാൻ്റെ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ചൈനയുടെ ക്ലോത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ടൈലറിങ് ഷോപ്പിൽ അവരുടെ കയ്യിലുള്ള മെറ്റീരിയൽ. നാട്ടിൽ നിങ്ങൾ വരുമ്പോൾ ഒരു പോളിസ്റ്റർ മിക്സ്ഡ് കോട്ടൺ, ആ ഒരു നല്ല പ്യുവർ വൈറ്റ് കളറിലുള്ളത് മിക്കവാറും ഞാൻ ആളുകളുടെ യൂണിഫോം കണ്ടിരിക്കുന്ന ഒരു ഡൾ വൈറ്റാണ്. അപ്പോൾ ഒരു പക്ഷേ ഇവിടെ വന്ന് വാഷ് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് കളർ പോകുന്നതാണ് എന്തോ. നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന യൂണിഫോംസ് എല്ലാം തന്നെ ആ മെറ്റീരിയൽ വളരെ ഡള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ താഴെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു പോളിസ്റ്റർ മിക്സ്ഡ് കോട്ടൺ, ആ ഒരു ഫേം ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇവിടുത്തെ മെറ്റീരിയൽ കോട്ടൺ അല്ല, എന്നാൽ പ്യുവർ പോളിസ്റ്ററും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല മെറ്റീരിയൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഒരു പെയർ യൂണിഫോം നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ വിത്ത് മെറ്റീരിയൽ ഒരു 11 to 12 KD കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വന്ന് എല്ലാവരുടെയും ഇതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടെയും സ്റ്റിച്ച് ചെയ്യാം. കുറേ ആൾക്കാർ ഇവിടെ വന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഫെയിലായാൽ വീണ്ടും നമുക്ക് ചാൻസ് ഉണ്ടോയെന്ന്, അതിന് ചാൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ കുറവാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ നിന്ന് ഫെയിലായതിനു ശേഷം ഇവിടെ വന്ന് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ ഇവിടെ വെച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മറ്റു പല കാരണങ്ങളാൽ ഇൻ്റർവ്യൂവിന് അവർക്ക് സെലക്ഷൻ ആവാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വെച്ച് തന്നെ വീണ്ടും അപ്ലൈ ചെയ്ത് വീണ്ടും വിളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ. പിന്നെ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രം അവർ വിളിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. പിന്നെ സാലറി കുറവാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാലറി എന്ന് പറയുന്നത് എപ്പോഴും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫൈനലി നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഹോസ്പിറ്റലും എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ചാണ്. ഒരു പക്ഷേ അവർ നമുക്ക് തരുന്ന അലവൻസും കാര്യങ്ങളും നമ്മൾ എവിടെയാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക അതനുസരിച്ചായതുകൊണ്ട് തന്നെ സാലറി കുറവാണെന്നുള്ള ഒരു റൂമർ ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ MOHൻ്റെ എക്സാമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. MOH എക്സാം നാട്ടിൽ വെച്ച് എഴുതേണ്ട ഒരു ആവശ്യവുമില്ല. MOH ഓൺലൈൻ വഴി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരാളാണെങ്കിൽ പ്രോമെട്രിക് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ SDU നടത്തുന്ന ഒരു എക്സാം മാത്രമാണ് നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ കുവൈറ്റ് MOHലേക്ക് നമ്മൾക്ക് ശ്രമിക്കാനായിട്ട് നാട്ടിൽ വെച്ച് ഒരു എക്സാമും ഇപ്പോഴത്തെ അവസ്ഥയിലാട്ടോ, ഇനി മുന്നോട്ട് അറിയത്തില്ല, എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രോമെട്രിക് എക്സാം പാസ്സായേ പറ്റൂ. പിന്നെ പാസ്പോർട്ട് നമ്പർ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് നമ്പർ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ
അത്രയും മാൻഡേറ്ററി അല്ല. ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ശരിക്കും നിങ്ങൾ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കുന്നതിനും ഒക്കെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. നിങ്ങൾക്ക് കുവൈറ്റ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, എല്ലാവർക്കും എല്ലായിടവും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നെ സംബന്ധിച്ച് കുവൈറ്റ് എപ്പോഴും ഇഷ്ടമുള്ളൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത്. കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യർ ലോകത്ത് ഇല്ല എന്നാണ് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അത് നമ്മളെങ്ങനെയായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മൾ അവിടുത്തെ നന്മകൾ എന്തൊക്കെയാണെന്ന് കാണാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഈ രാജ്യവും നമ്മൾക്ക് തീർച്ചയായിട്ടും നന്മകൾ തന്നിട്ടുള്ള രാജ്യമാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. താങ്ക് യു ഫോർ വാച്ചിങ്.